മക്കയിൽ സത്യപ്രബോധനത്തിന്റെ പേരിൽ അവിടുത്തെ അനുയായികൾ വലിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോ, ഏറ്റവും വലിയ ദണ്ഡനങ്ങൾ, താടനങ്ങൾ, പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നപ്പോ, പാവപ്പെട്ട ഒരു സഹാബി, ഒരുപാട് സഹിച്ചു മടുത്ത ഒരു സഹാബി പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാണ് ഇതിനൊരു അറുതി വരിക ദൈവദൂതരെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ കഷ്ടപ്പാടുകൾ എന്നാണ് അവസാനിക്കുക? ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്, മദ്യപിക്കരുത് എന്ന് പഠിപ്പിച്ചതിന്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത് എന്ന് ഉദ്ബോധിപ്പിച്ചതിന്, പലിശ ചൂഷണമാണ് എന്ന് വിളംബരം ചെയ്തതിന്, കറുത്തവനെ അകറ്റരുത്, കറുത്തവനും വെളുത്തവനും ഇടയിൽ വ്യത്യാസമില്ലെന്ന ലോക തത്വത്തെ, മനുഷ്യ തത്വത്തെ, വിശ്വസത്യത്തെ ഉദ്ഘോഷിച്ചതിന്, മനുഷ്യരെ ഒന്നായി കൂട്ടിച്ചേർത്തതിന്, മാനവ സമത്വം പ്രയോഗവൽക്കരിച്ചതിന്, സാമ്പത്തിക ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിലകൊണ്ടതിന്, സ്ത്രീക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വത്തവകാശം നൽകിയതിന്, മനുഷ്യ സ്വഭാവത്തിലെ തിന്മകളെ നീക്കം ചെയ്ത് അവിടെ മുഴുവൻ നന്മയുടെ പ്രകാശം പരത്താൻ നേതൃത്വം കൊടുത്തതും അങ്ങാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഇത്ര വലിയ കഷ്ടപ്പാടുകൾ ഈർച്ചവാളുകൊണ്ട് ഈർന്നു പോകുന്ന അവസ്ഥാവിശേഷം ചില സഹാബികൾക്ക്, ചിലരെ ചാട്ടവാറടി കൊണ്ട്, ചിലരുടെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴക്കുന്ന ശിക്ഷ, സത്യത്തിന്റെ ശത്രുക്കൾ അത്ര കൊടിയ പാതകങ്ങൾ പരിശുദ്ധ റസൂലിന്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഒരു അറുതി വരിക? എന്നാണ് ഈ കഷ്ടപ്പാടുകൾ അവസാനിക്കുക? എന്നാണ് ഒരു മോചനമുണ്ടാവുക? അതിന് ലോകഗുരു, വിശ്വാചാര്യൻ, വിശ്വവിമോചകൻ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, എല്ലാം അവസാനിക്കും. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾ മോചനം തേടും. ഈ മർദ്ദനങ്ങൾ നടത്തുന്നവർ തന്നെ ഈ ലോകത്ത് അടിയറവ് പറയേണ്ടി വരും. എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ, സ്വൈരമായ സത്യപ്രബോധനത്തിന്റെ അന്തരീക്ഷം ലഭ്യമാകും. നിങ്ങൾ സ്വതന്ത്രരാകും. ഒരു പെൺകുട്ടി ഒറ്റക്ക് ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമെന്നും പരിശുദ്ധ റസൂൽ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ചോദ്യത്തിൽ എവിടെയും പെണ്ണിനെ കുറിച്ചൊരു പരാമർശമേ ഇല്ല. ആ സഹാബിയുടെ ചോദ്യത്തിന്റെ 4 അയലത്ത് പോലും സ്ത്രീയെ കുറിച്ചൊരു ചോദ്യമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നാണ് അവസാനിക്കുക എന്ന് മാത്രമാണ് ചോദ്യം. പക്ഷേ മറുപടിയിൽ വന്നു, ഈ വഴിക്കൊരു പെണ്ണ് ഒറ്റക്ക് സഞ്ചരിക്കും, ഒരാണ് തുണയില്ലാതെ. ഏത് രാവും പകലും ഒരു പെണ്ണിന് സഞ്ചരിക്കാവുന്ന ഇടമായിട്ട് ലോകം മാറുമ്പോൾ മാത്രമാണ് മനുഷ്യൻ സംസ്കാര സമ്പന്നനാകുന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം